മൂന്നാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിൻ്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. നമസ്കാരം. കോട്ടയം സ്വദേശിനി ഷൈനിയെക്കുറിച്ചുള്ള വാർത്തയുടെ ഞെട്ടല് മാറിയില്ല. അതിനു മുമ്പ് അതേപോലെ ഒരു സംഭവം ആവർത്തിച്ചേക്കാണ്. ആലപ്പുഴ തകഴിയിലാണ് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഷൈനി ഏത് മാർഗമാണോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചത്, അതേ മാർഗം തന്നെയാണ് ഇപ്പം ഈ സഹോദരിയും സ്വീകരിച്ചേക്കുന്നത്. ഈ സഹോദരിയുടെ പേര് പ്രിയ എന്നാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ള സ്വന്തം മകളെയും കൂട്ടിയാണ് പ്രിയ ഇപ്പൊ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഇവിടെയും ഫാമിലി ഇഷ്യൂ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുടുംബ പ്രശ്നമാണ്. ഷൈനിയുടെ കാര്യത്തിൽ ഷൈനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജോലി ആയിരുന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രിയ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, ജോലിയുള്ള സ്ത്രീയാണ്, സർക്കാർ ജീവനക്കാരിയാണ്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇതുവരെ അറിയാൻ സാധിക്കുന്നത് പ്രിയയുടെ ഭർത്താവ് ജോലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു, നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ജോലി ഉപേക്ഷിച്ച് തന്നോടൊപ്പം വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് നിരന്തരമായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നാണ് ഇതുവരെ അറിയാൻ സാധിക്കുന്നത്. ഇനി ആ കാരണത്താലാണോ വേറെ വല്ല കാരണത്താലാണോ എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. നമ്മുടെ നാട്ടില് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് മുഴുവൻ പ്രശ്നങ്ങൾ മാത്രമാണ്. ഒന്നെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും, അതുമല്ലെന്നുണ്ടെങ്കിൽ 2 വശത്തു നിന്നും പ്രശ്നങ്ങളായിരിക്കും. നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മൊത്തത്തിൽ പ്രശ്നങ്ങളായിരിക്കും. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ വരും, ഞങ്ങൾ സഹായിച്ചേനെ. ആരും സഹായിക്കാൻ പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ജസ്റ്റ് വാർത്തയാകുന്ന സമയത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും പറയും ഞങ്ങൾ സഹായിക്കും എന്ന്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരൊക്കെ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പ്രശ്നം പരിഹരിക്കാനോ അവരെ സമാധാനിപ്പിക്കാൻ പോലും ആർക്കും കഴിയത്തില്ല. പക്ഷേ എങ്ങാനും ഇതുപോലൊരു കാര്യം ചെയ്തു കഴിഞ്ഞ് ഈ ലോകത്തുനിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ അങ്ങ് രക്ഷകരുടെ പ്രവാഹമാണ്. ഇവിടെ തന്നെ ഞാൻ ആദ്യം കേൾപ്പിച്ച ഓഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടായിരുന്നല്ലോ. അത് ഷൈനിയുടെ അച്ഛൻ്റെ ലീലാവിലാസങ്ങളാണ് കേൾപ്പിച്ചേക്കുന്നത്. സ്വന്തം മകളുടെ ജീവനറ്റ ശരീരം പോലും വിൽപ്പന ചരക്കാക്കുന്ന ഒരു അച്ഛൻ. ഷൈനി എവിടെ നിന്നാണോ ഓടി രക്ഷപ്പെട്ടത് അവിടേക്ക് തന്നെ പറഞ്ഞയച്ചേക്കാണ് പൈസ വാങ്ങിച്ച്. ഷൈനിയുടെ ശരീരവും ഷൈനിയുടെയും കൊച്ചുമക്കളുടെയും ബോഡി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നോബിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചേക്കാണ്. അവിടെ പോലും പണമാണ് അയാൾക്ക് വലുത്. സ്വന്തം മകളല്ല വലുത്, പണമാണ് അയാൾക്ക് വലുത്. ഈ വോയിസ് കേട്ട സമയത്ത് എനിക്ക് ശരിക്കും ഞെട്ടലല്ല തോന്നിയത്, എനിക്ക് പേടിയാണ് തോന്നിയത്. ഇങ്ങനെയുള്ള അച്ഛന്മാരും നമ്മുടെ ലോകത്തുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇത്രയും വയസ്സായി, ഒരുപാട് ലോകം കണ്ടതാണ്, ഒരുപാട് ജീവിച്ചതാണ്. ഈ സാഹചര്യത്തിലെങ്കിലും പണത്തോടുള്ള ആർത്തി മാറ്റിവെക്കാമായിരുന്നു. ഒട്ടും കുറ്റബോധമില്ലാതെ, ഒട്ടും വിഷമമില്ലാതെ മകളെ പിന്നെയും അയാളുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുന്നു. നോബി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുന്നു. ഇയാൾക്കാണോ മകളോട് സ്നേഹമുള്ളത്? ഇനി പറ, നിങ്ങൾ ഇനിയും പറ, ഇയാൾക്ക് മകളോട് സ്നേഹമുണ്ടോ? ആ അച്ഛന് മകളോട് സ്നേഹമുണ്ടോ? സ്നേഹമുള്ള ഏതെങ്കിലും അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? പോട്ടെ, അത് വിട്ടുകൊടുത്തു എങ്കിലും നമുക്ക് ക്ഷമിക്കാം. പൈസ വാങ്ങിച്ച് വിട്ടുകൊടുത്തേക്കുന്നു, പൈസ വാങ്ങിച്ച്. അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ചെലവുകളും കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. ഇതുപോലുള്ള പേരൻസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. കല്യാണം കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മകൾ ഒരു ബാധ്യതയാണ്. പിന്നെ മകൾ തൻ്റേതല്ല, മകൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്വന്തമാണ്. അങ്ങനെ കരുതുന്ന ഒരുപാട് പേരൻസ് നമ്മുടെ നാട്ടിലുണ്ട്. മക്കളെ പോലും മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് കാണുന്ന ഒത്തിരി പേരൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു ഷൈനിയുടെ അച്ഛനും അമ്മയും. സഹോദരങ്ങളും അങ്ങനെ തന്നെയാണ്. സഹോദരങ്ങൾക്കും സ്നേഹമില്ല, സഹോദരങ്ങൾക്ക് സ്വന്തം കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും 2 പേരുണ്ട്, 2 സഹോദരങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിക്കോ ഷൈനിക്കൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാനൊക്കെ പറ്റുമായിരുന്നു. അവർ വെളിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ജോലി കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഷൈനി എങ്ങനെയെങ്കിലും മക്കളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചിട്ട് ആ ജോലി ചെയ്തേനെ. അതിനു പോലും ഷൈനിയെ സഹായിക്കാത്ത ആൾക്കാരാണ്. മാധ്യമങ്ങളുടെ വെട്ടത്ത് പോലും വന്നില്ലല്ലോ ആ സഹോദരങ്ങൾ.
നോബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ കുറ്റബോധമെങ്കിലും ഉണ്ടെന്ന് പറയാം, അദ്ദേഹത്തിന് ഇപ്പൊ വിഷമമെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷെ ഷൈനിയുടെ അച്ഛനോ വിഷമോ ഇല്ല, കുറ്റബോധവും ഇല്ല, ഒന്നുമില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനന്ദമാണ്. ആനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ആനന്ദിക്കാമല്ലോ, മകള് പോയി, ബാധ്യത പോയി, പൈസയും കിട്ടി. ഇല്ല, പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ആ സിനിമയ്ക്കകത്ത് ഹരിശ്രീ അശോകനെയും ദിലീപിനെയും ആ ഹൗസിലാക്കിയിട്ട് തിരിച്ചു പോകുന്ന കൊച്ചി ഹനീഫ, അദ്ദേഹം സന്തോഷിച്ചുകൊണ്ട് പോകത്തില്ലേ, പൊട്ടനും പോയി അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ. ആ ഡയലോഗിനകത്ത് കൊച്ചി ഹനീഫയുടെ മൂഡ് എന്താണോ അതേ മൂഡിലാണ് ഇപ്പം ഷൈനിയുടെ അച്ഛനിരിക്കുന്നത്. ബാധ്യതയായിട്ടുള്ള ആൾക്കാരെല്ലാം പോയി, പൈസയും കിട്ടി, ഇനി സുഖിക്കാമല്ലോ. ഇനി ബാധ്യതയില്ല, ഒന്നുമില്ല. ബാക്കി 2 മക്കളുണ്ട്, ആ 2 മക്കൾ ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. വയസ്സാം കാലത്ത് പിന്നെ എന്തോ വേണം? പൈസയും ഉണ്ട്, എല്ലാം ഉണ്ട്, ഇനിയിപ്പോൾ എന്ത് വേണം? ആ ഒരു മൂഡിലാണ് അദ്ദേഹം. അല്ലെന്നുണ്ടെങ്കിൽ മകള് പോയിട്ടൊരു ശകലമെങ്കിലും വിഷമം വേണ്ടേ? ഒരു വിഷമവും ഇല്ല. മാധ്യമങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നീതി വേണമെന്ന്. മാധ്യമങ്ങൾ ചോദിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് അങ്ങനെ ഒരു ഡയലോഗെങ്കിലും അയാൾ പറയുന്നത്. മകൾക്ക് നീതി വേണം. എന്ത് നീതി? മകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടത് ആദ്യം ആരാണ്? പേരൻസ് ആണ്. മകൾക്ക് നീതി കൊടുക്കേണ്ടത് സ്വന്തം മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത നീതി വേറെ ആരുടെ അടുത്ത് വാങ്ങിച്ചു കൊടുക്കാനാണ്? വേറെ ആര് നൽകാനാണ്? മക്കൾക്ക് നീതി കൊടുക്കേണ്ടതും മക്കൾക്ക് പരിഗണന നൽകേണ്ടതും അംഗീകാരം നൽകേണ്ടതും ഒക്കെ ആദ്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസ് ആണ്. ആ പേരൻസിന്റെ അടുത്ത് നിന്ന് കിട്ടാത്ത നീതിയോ പരിഗണനയോ സഹതാപമോ വേറെ ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. ഷൈനിയും അതുതന്നെ ആയിരിക്കാം ആലോചിച്ചത്. ഏറ്റവും കൂടുതൽ ഷൈനിയെ പരിഗണിക്കുകയും ഷൈനിക്ക് സഹതപിക്കുകയും ഷൈനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് ഷൈനിക്ക് ഒന്നും കിട്ടുന്നില്ല. പിന്നെ മറ്റാരെങ്കിലും ചെയ്തു കൊടുക്കുവോ? എനിക്ക് തോന്നുന്നു ഷൈനിക്ക് നെയ്ബേഴ്സിന്റെ അടുത്ത് നിന്ന് പോലും സ്വന്തം വീട്ടുകാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കരുണ കിട്ടിയിരുന്നു. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ഇല്ല എന്നുള്ള പ്രശ്നത്തെക്കാട്ടിലും കൂടുതൽ ഷൈനിയെ അലട്ടിയിരുന്നത്, ഷൈനി ഒരു ലോൺ എടുത്തിരുന്നു, കുടുംബശ്രീയിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു. ആ ലോൺ എടുത്ത പൈസ മുഴുവൻ ചെലവാക്കിയത് നോബിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, നോബിയുടെ അച്ഛന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന്റെ തിരിച്ചടവ് ഷൈനിക്ക് തിരിച്ചടയ്ക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നില്ല. അതിന്റെ തിരിച്ചടവ് ആ നോബിയും വീട്ടുകാരും മുടക്കി. അവസാനം കുടുംബശ്രീയിൽ നിന്ന് മൊത്തം പ്രശ്നം അത് ഷൈനിയുടെ പേരിലാണ്. കാരണം ഷൈനിയാണ് ലോൺ എടുത്തത്. ഷൈനിക്ക് അത് തിരിച്ചടയ്ക്കാൻ പോലുള്ള നിർവാഹമില്ലായിരുന്നു. ഇനി എന്താണ്ട് 1.5 ലക്ഷം രൂപയോളം ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് തിരിച്ചടയ്ക്കാൻ. അതും ഷൈനിക്കൊരു വലിയ സമ്മർദ്ദമായിരുന്നു. ആർക്ക് വേണ്ടിയിട്ടാണോ പൈസ എടുത്തത്, ആർക്ക് വേണ്ടിയിട്ടാണോ പൈസ ചെലവാക്കിയത്, അവര് പോലും പൈസ തിരിച്ചടയ്ക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ നോബിയുടെ വീട്ടുകാർക്ക് ആ പൈസ എങ്കിലും ഒന്ന് തിരിച്ചടയ്ക്കാമായിരുന്നു. ഒന്നും ചെയ്തില്ല. ആരുടെ അടുത്തൊന്നും ഒരു കരുണയും ഇല്ല, ആരുടെ അടുത്തൊന്നും ഒരു സഹതാപവും ഇല്ല, പരിഗണനയില്ല. പിന്നെ ആ സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്ത് ചെയ്യാനാണ്? ഈ നാട്ടിലെ സ്ത്രീകൾ ദുർബലരാണ് എന്ന് പറയുന്നത് സത്യമാണ്. ഒരു സ്ത്രീ എന്ത് ചെയ്യാനാണ്? വേറൊന്നും ചെയ്യാനില്ല. അവൾക്ക് വേറൊന്നും ചെയ്യാനില്ല. അവളുടെ ആയുസിന്റെ പകുതിയും വീട്ടുകാർക്ക് വേണ്ടും ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടും അവൾ ചെലവാക്കി. അവളുടെ കരിയർ മുഴുവനായിട്ട് ഇല്ലാതാക്കിയത് ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഷൈനി ഒരു BSc നേഴ്സാണ്. നേഴ്സ് എന്ന് പറയുന്ന ഷൈനിയുടെ കരിയർ മുഴുവൻ ഇല്ലാതെയാക്കിയത് എങ്ങനെയാണ്? ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ജോലിക്ക് വിടുന്നില്ല. പല സാഹചര്യങ്ങളിലും ഈ ഡിവോഴ്സ് ആയ സ്ത്രീകൾക്ക് ജീവനാംശം എന്ന് പറയുന്ന ഒരു സംഭവം കോടതി നൽകാറുണ്ട്. അപ്പോൾ ഈ ജീവനാംശത്തെ പലരും എതിർക്കാറുണ്ട്. വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ജീവനാംശത്തിന്റെ കാര്യമില്ല, ആവശ്യമില്ല. പക്ഷെ ഷൈനിയെ പോലെയുള്ള സ്ത്രീകൾക്ക് ജീവനാംശത്തിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ സാഹചര്യത്തിൽ നമുക്ക് ജീവനാംശത്തെ എതിർക്കാൻ പറ്റത്തില്ല. കാരണം ഷൈനിയെ പോലെയുള്ള സ്ത്രീകള് കല്യാണം കഴിച്ച് പോയിട്ട് അവർക്ക് പിന്നെ ജോലി ചെയ്യാനോ ജോലിക്ക് പോകാനോ ഉള്ള സാഹചര്യമില്ല. അവളെ ഭർത്താവിന്റെ വീട്ടുകാർ ജോലിക്ക് അയക്കത്തില്ല. അപ്പോൾ അവൾ ആ വീട്ടിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത്. ഒരു 10-15 വർഷത്തോളം ഷൈനി ആ വീട്ടിൽ പോയി ആ വീടിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ആ വീടിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ്, ഭർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നു കഴിയുമ്പോൾ ഷൈനിയുടെ കയ്യിൽ പിന്നെ എന്താണുള്ളത്? ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ആ സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് അല്ല, വരുമാനമില്ല, വരുമാനം ഉണ്ടാക്കാവുന്ന മാർഗം പോലും തടസ്സപ്പെടുത്തി. ആ വീടിന് വേണ്ടി ജോലി ചെയ്തു. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ജീവനാംശം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഷൈനിക്ക് ജീവനാംശം കൊടുക്കേണ്ട ആളാണ് ഈ നോബി. അതുകൂടാതെ തന്നെ മക്കൾക്കും ചെലവിന് കൊടുക്കണം. ഇങ്ങനത്തെ നീതിയൊന്നും ഷൈനിക്ക് എങ്ങും കിട്ടിയില്ല. ഇപ്പൊ ഷൈനിയുടെ അതേ പാത പിന്തുടരുകയാണെന്ന് തോന്നുന്നു ഓരോ ആൾക്കാരും. എന്ത് ചെയ്യാൻ പറ്റും?